നിങ്ങൾ പോയി ചാവ്. നിങ്ങൾ ചത്തു കഴിഞ്ഞാൽ എനിക്ക് ഗുണമാണ് ഞാൻ പറഞ്ഞത്. നീ ഒരു പണം കണ്ട് ഒരുത്തിനോട് ഒളിച്ചോടിയപ്പോഴത്തേക്ക് ആണ് ഞാൻ പണം കണ്ടു തന്നെയാണ് ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഫിറോസിനോട് ജീവിക്കാൻ പറഞ്ഞത്. ആ ടൈമിലാണ് അച്ഛനടുത്ത് പറഞ്ഞത്. അതാണ് ഫിറോസ് പറഞ്ഞത് അല്ലേ? അതെ. ഇവരുടെ ഫിറോസിന്റെ കയ്യിൽ ഏറ്റവും വലിയ ആയുധമാണ് നീ പ്രഗ്നന്റ് ആണെന്നുള്ളത്. എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നീ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ സജിന ഫിറോസ് കുറേ ദിവസങ്ങളായിക്കൊണ്ട് റസൂൽ പൂക്കുറ്റി എന്ന് തന്നെ വേണം അവനെയൊക്കെ വിളിക്കാനായിട്ട്. കാര്യം ഈ വോയിസ് ഒക്കെ നിങ്ങൾക്ക് കേട്ട് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാകും. ഞാൻ ഈ വോയിസ് കേട്ടപ്പോഴത്തേക്ക് സജിനയോട് എനിക്കൊരു ചെറിയൊരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ഫിറോസിൽ നിന്ന് അനുഭവിച്ചു എന്നുള്ളൊരു അവർ വന്ന് അവരുടെ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോഴത്തേക്ക് എന്നാലും ആളത്ര ക്ലിയർ അല്ലെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഇത്രയും വലിയ ഉടായ്പെന്ന് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇത്രയും വലിയ ഉടായ്പ ഇത്രയും ദിവസം ഫിറോസ് അനങ്ങാതിരുന്ന് എന്നതൊക്കെയാണോ പുറത്തോട്ട് വരുന്നതെന്ന് അറിയാൻ വേണ്ടി ഇന്ന് ഫിറോസ് തൂത്ത് വാരിയിട്ട് ഇത് കുറച്ച് കാര്യങ്ങളേ ഉള്ളെന്നാണ് ഫിറോസ് പറഞ്ഞത്. ഇനിയും വരാൻ കിടക്കുന്ന ബാക്കി. അപ്പം ഇത്രയും കിട്ടുമ്പോൾ തന്നെ സജിനയ്ക്ക് തൃപ്തിയാകും. അതുപോലുള്ള കാര്യങ്ങളാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഈ റസൂൽ പൂക്കുട്ടിയെ ഈ മനുവ് പിന്നെ നമ്മുടെ വിച്ചു ഇവരൊക്കെ റസൂൽ പൂക്കുറ്റി എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കറക്റ്റ് അങ്ങനെ തന്നെയാണ് ഇവനെയൊക്കെ വിളിക്കേണ്ടത്. റസൂൽ പൂക്കുറ്റി എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. ഒരു ഫാമിലി ഉണ്ടായിട്ട് അവരെ ചതിച്ചുകൊണ്ട് ഇവളുമായിട്ട് ഇത്രയും സപ്പോർട്ട് എന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ ഇവനെയൊക്കെ എന്നെ നടിച്ചെൻ്റെ സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളാണ് ഈ റസൂൽ പൂക്കുറ്റി എന്നൊക്കെ പറയുന്ന അവാർഡും ഒക്കെ മേടിച്ച് ഈ അവരുടെ ഫാമിലി കുട്ടികൾ ഇതെല്ലാം ഉണ്ട്. ഇവരൊക്കെ സമൂഹത്തിൽ ഒരു മാന്യമായിട്ട് ജീവിക്കേണ്ട ആൾക്കാരാണ്. വന്നേച്ച് കാണിക്കുന്നത് സജിന ചില്ലറ സാധനമൊന്നും അല്ല കേട്ടോ. ഒരു പെണ്ണുങ്ങൾ കാണിക്കുന്ന പരിപാടിയല്ല ഈ പുള്ളിക്കാരി കാണിച്ചു വെക്കുന്നത്. ഒരു ഫിറോസ് ഒരു കുഞ്ഞിക്കോഴി, സജിന വലിയ ഗിരിരാജൻ കോഴി എന്ന് വേണം പറയാനായിട്ട്. അത്രയ്ക്ക് സംഭവമാണ്. പുള്ളിക്കാരിക്ക് ഒരാടെ കൂടെ കുറച്ച് നാൾ ജീവിച്ചു കഴിഞ്ഞാൽ അത് മടുക്കും, വീണ്ടും അടുത്ത ആളിലേക്ക് പോവുക. അതാണ് ഈ വോയിസ് കേൾക്കുമ്പോൾ മനസ്സിലാകും. പിന്നെ അതിൽ നിന്ന് ഫിറോസ് ഇട്ടേക്കുന്ന വീഴുന്ന വളരെ കുറച്ച് ഭാഗങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിനകത്ത് നല്ല വിശദമായിട്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട് കാര്യങ്ങൾ മൊത്തം. അതിനകത്ത് ഓരോരുത്തരും പേര് എടുത്ത് പറയുന്നുണ്ട്. ഇന്ന തെളിവ് സഹിതമാണ് ഫിറോസ് വന്നേക്കുന്നതെന്നുള്ളതാണ്. സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് പറയുമ്പം അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ വന്ന് പറയത്തേ ഉള്ളൂ. നമുക്ക് തെളിവുകളൊന്നും കാണത്തില്ല. പക്ഷേ ഇത് തെളിവ് സഹിതമാണ് വന്നേക്കുന്നത്. ഈ വോയിസ് ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെയൊക്കെ പിന്നിൽ നടന്നേക്കുന്ന കഥകൾ എന്നതൊക്കെയാണെന്നുള്ളത്. എന്നാണ് ആദ്യം ഫിറോസ് പറയുന്ന കുറച്ച് കാര്യം കേട്ടതിന് ശേഷം നമുക്ക് ഈ വോയിസും കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാം. സത്യം തന്നെയാണല്ലോ. വീണ്ടും അവർ എന്നെ ഇരയാക്കിയിട്ട് സജിന വന്നിട്ട് ഒരു വീഡിയോ ഇടുകയാണ്. ആ വീഡിയോ ഇടാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് റസൂൽ പൂക്കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും, രണ്ടാമത് എനിക്ക് ഈ സമയം ഒരു ഓഡിയോ കിട്ടുകയാണ്. ഒരു വളരെ എവിഡൻ്റ് ആയിട്ടുള്ള ഒരു ഓഡിയോ. ഈ ഓഡിയോ സജിന തന്നെ റെക്കോർഡ് ചെയ്ത് റസൂൽ പൂക്കുട്ടിയും സജിനയുമായി സജിനയായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ആ ഒരു കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്തിട്ട് അവരുടെ സുഹൃത്തുക്കൾ ഇവരുടെ കൂടെ നിന്ന സുഹൃത്തുക്കൾക്ക് ഇവിടെ പണി കൊടുത്തായിരുന്നു റസൂൽ പൂക്കുട്ടിയുടെ. അത് കുറച്ച് പേരുണ്ട്, ഞാൻ പേരുകൾ പറയുന്നില്ല. അപ്പോൾ അവർ അതിൽ കുറേ പേര് എൻ്റെ സുഹൃത്തുക്കളാണ്. അങ്ങനെ നല്ല പണി അവർക്ക് വെച്ച് കൊടുത്ത് അവരുമായിട്ട് പിരിഞ്ഞ സമയത്ത് അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റെക്കോർഡ് സജിന അതിനകത്ത് കുറ്റക്കാരിയല്ല എന്ന് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി റസൂലിനുമായിട്ടുള്ള കോൺവെർസേഷൻ നേരെ ഇവർക്ക് അയച്ചു കൊടുത്തു. അവരതെനിക്ക് സെൻഡ് ചെയ്തു. അല്ലെങ്കിൽ ആ ഓഡിയോ അങ്ങനെ ഒരു ഓഡിയോ ഒരിക്കലും എനിക്ക് കിട്ടേണ്ടതല്ല. അത് ഞാൻ നിങ്ങളൊന്ന് ജസ്റ്റ് കേൾപ്പിക്കാം. ഈ ഒരു വോയിസ് എന്ന് പറഞ്ഞാൽ ഫിറോസിന്റെ സജിനയുടേതായിട്ട് കുറേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. സജിന റസൂൽ പൂക്കുട്ടിയെ പൂട്ടാൻ വേണ്ടി കാണിച്ചു വെച്ചൊരു പരിപാടിയാണിത്. പക്ഷേ അത് ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തു. അവിടെ നിന്നാണ് ഫിറോസിന്റെ കയ്യിൽ തോന്നിക്കുന്നത്. പക്ഷേ ഇത് ഏറ്റവും വലിയ റസൂൽ പൂക്കുട്ടിയുടെ ഒരു പണിയാണ് അല്ലെന്നല്ല. പക്ഷേങ്കിൽ അതിലേറെ സജിന എന്നതാണെന്നുള്ളതാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇവർ തമ്മിൽ ബന്ധം വേർപെടുത്തുന്നതിന് മുമ്പേ തൊട്ട് തുടങ്ങിയ ബന്ധമാണ് ഈ പുള്ളിക്കാരനായിട്ടുള്ളത്. അതിന് മുന്നേ അത് അങ്ങേരായിട്ട് മാത്രമല്ല, നീ ഒരുപാട് ആൾക്കാരായിട്ട് ഒരു ലിസ്റ്റ് എടുത്താൽ തന്നെ തികയില്ല. അതുപോലെ ആൾക്കാരുമായിട്ട് ഓരോന്നും തെളിവ് സഹിതമാണ് ഇങ്ങനെ കൊണ്ടിടുന്നത്. സജിന ഇത്രയ്ക്ക് വലിയ ഫ്രോഡാണെന്നറിയില്ല. പിന്നെ ഇതിനെല്ലാം ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ സജിനയുടെ അമ്മ ഇതിനെല്ലാം സൈഡ് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. അവർ ഈ മകളുടെ ഓരോ കാര്യം, പിന്നെ ഒരു കാര്യമുണ്ട് ഫിറോസ് പറയുന്ന വേറെ കാര്യമുണ്ട്. സജിനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എതിർക്കാൻ നോക്കിയാൽ സജിന ഒന്നെങ്കിൽ കൈ മുറിക്കാൻ നോക്കുക, അല്ലെങ്കിൽ കത്തിയെടുത്ത് കുത്താൻ നോക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൂയിസൈഡ് ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ പുള്ളിക്കാരി ഇവരെ കാണിച്ച് പേടിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഭയന്ന് ഇവരെല്ലാവരും മിണ്ടാതാകും. അതാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ വേറെ സംഭവം എനിക്ക് ഇതിന്ന് തോന്നിയൊരു കാര്യം പറയാം, പ്രസവം പുള്ളിക്കാരിക്ക് ഒരു ഹോബിയാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ആരുടെ കൂടെ ചെന്നാലും അവരുടെ കൊച്ചിനെ പുള്ളിക്ക് വേണം. ആ ഒരു ട്രോഫി പുള്ളിക്കാരിക്ക് കൈ വേണം. അത് പുള്ളിക്കാരിക്ക് നിർബന്ധമുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത് എന്നതിനാണെന്നറിയോ, ഇവരെ പിടിച്ച് ഇവരെ കയ്യിലാക്കാൻ വേണ്ടിയാണ്. ഒരു കുട്ടിയുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ബലമാണ് ഇവർക്ക്. അതിനു വേണ്ടിയാണ്. എന്നാലും സമ്മതിക്കണം എൻ്റെ ദൈവമേ. നമുക്ക് വോയിസ് ഒന്നുണ്ട്, കുറച്ചൊന്ന് കേട്ട് നോക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ആക്ച്വലി മറ്റവരുടെ കൂടെയാണെന്നുള്ള കാര്യം എനിക്ക് വളരെ പിന്നീടാണ് മനസ്സിലായത്. അന്ന് എന്റെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞത് ആ ടൈമിലാണ് അച്ഛനടുത്ത് പറഞ്ഞത്. അതാണ് ഫിറോസ് പറഞ്ഞത് അല്ലേ? അതെ. ഇവരുടെ ഫിറോസിന്റെ കയ്യിൽ ഏറ്റവും വലിയ ആയുധമാണ് നീ പ്രഗ്നന്റ് ആണെന്നുള്ളത്. 2 മാസം കഴിഞ്ഞപ്പോ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും, നിങ്ങൾ എനിക്ക് മെഡിസിൻ മേടിച്ചും തരാൻ തുടങ്ങിയതും, എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിൽ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിനെ ആവശ്യമാണ്.
അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യം ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടാണ്ടായോണ്ടല്ലോ കുഞ്ഞുണ്ടായത്. അല്ല, ഇനി റസൂലിക്ക, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി. ഓവർ കുബുദ്ധി, ഇക്കാടെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോഴും. ഞാൻ പറഞ്ഞോട്ടെ എന്ത് രക്ഷിക്കും, ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇത്രയും ദിവസം എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനല്ല ഇതൊന്നും വിടുന്നത്, എനിക്കറിയാൻ മേല, എൻ്റെ ചാനൽ ആരോ ഹാക്ക് ചെയ്തു, ഞാൻ ഇതിനെപ്പറ്റി എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ഇടുക 2 മിനിറ്റിനുള്ളിൽ. ഞാൻ പറയല്ലേ, കഴിഞ്ഞ ദിവസം വീഡിയോ ഞാൻ പറയുന്നത്, ഇവരിത് ഇങ്ങേർക്കിട്ടുള്ള പണിയായിരുന്നു, ഇത് മൊത്തം ഈ റസൂലിനുള്ള പണിയായിരുന്നു ഈ സജിനെ ചെയ്തുകൊണ്ട്. റസൂൽ പുള്ളിക്കാരി ഏറ്റെടുക്കരുന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരി എന്നാ ഇത് ഓരോന്ന് ഇങ്ങനെ സോഷ്യൽ മീഡിയക്ക് ഇട്ട് കൊടുത്തോണ്ടിരുന്നു. അന്നേരം ഇങ്ങനെ ഒന്ന് പേടിച്ച് കഴിയുമ്പോഴത്തേക്ക് അന്നേരം തന്നെ പോയി ആ വീഡിയോ അങ്ങ് റിമൂവ് ചെയ്യും. എന്നിട്ട് പിന്നെ അത് അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു. ഈ സജിനയോളൊരു നുണച്ചിയെ ലോകത്ത് കണ്ടിട്ടില്ല കേട്ടോ. കാര്യം അതെല്ലാം റിയാക്ഷൻ മീഡിയക്കാരെടുത്ത് ശരിക്കും ഇതാക്കിയതാണ്, പൊളിച്ചു കൊടുത്താണ് ഇവരുടെ കള്ളത്തരങ്ങൾ മൊത്തം. ഇത് കേട്ടോ, ഇപ്പോൾ നിങ്ങൾ ഇതിൽ എത്ര വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇവർക്ക് ആദ്യം ഒന്നും ഇവർ പ്രഗ്നൻ്റ് ആയി, അത് അബോർഷനായി പോയി, അതിനെല്ലാം ഇതുകൊണ്ട് പറ്റിപ്പോയതായിരിക്കാം, അല്ലാതെ അറിഞ്ഞുകൊണ്ട് സംഭവിച്ചായിരിക്കത്തില്ല. കാര്യം സജിനെ അത്രയ്ക്ക് ആ ഒരു പിടിവള്ളി, ഈ പ്രഗ്നൻസി ഒരു പിടിവള്ളിയാക്കിയായിരുന്നു വെച്ചിരുന്നത്. അത് അബോർഷനായി പോയിട്ട് ഇവർ മിണ്ടിയിട്ടില്ല. മിണ്ടാതിരുന്നേച്ച് വീണ്ടും ഇങ്ങേരുടെ കൂടെ പോയി. ഇവർക്കറിയാം ആ കുട്ടി പോയെന്നുള്ളത്, ഇങ്ങേർക്ക് അറിയത്തില്ലായിരുന്നു ഈ കുട്ടി പോയെന്നുള്ളത്. വീണ്ടും ഇവർ തമ്മിൽ ഡിംഗ്ലോഫിക്കേഷനൊക്കെ സംഭവിച്ച് വീണ്ടും ഇങ്ങനെ നടന്ന് പുള്ളിക്കാരി അടുത്തതും കൂടെ സെറ്റപ്പാക്കി എടുത്തതിന് ശേഷമാണ് ഈ ആദ്യത്തെ സംഭവം പോയെന്നും രണ്ടാമത് ഇപ്പം ഇങ്ങനെ. അതാണ് നേരത്തെ ഒരു വീഡിയോ നമ്മൾ കണ്ടില്ല, നമ്മളതിനെ പറഞ്ഞില്ല, ഇതെന്താ മാസമാണോ ഈ പ്രഗ്നൻസി ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചന്ന് ഇത് പറഞ്ഞായിരുന്നു, കളിയാക്കി പറഞ്ഞായിരുന്നു. ഓരോ മാസം കഴിയുമ്പോഴും സാധാരണ പ്രഗ്നൻസിയുടെ ഇത് കൂടിയാണ് വരുന്നത്. ഇത് അന്നൊരു പ്രാവശ്യം ഇട്ടു, 2 മാസം ഗർഭിണിയാന്ന് ഇട്ടു, പിന്നെയും ഒരു 2 മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെയും വന്നേച്ച് പറഞ്ഞു വീണ്ടും ഗർഭിണിയാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അന്ന്. പക്ഷെ ഇതായിരുന്നു സംഭവം, നമുക്കാർക്കും അറിയത്തില്ലായിരുന്നല്ലോ ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള പരിപാടി എന്നുള്ളത്. ഇനി എനിക്ക് എത്രയോ നാളുകളായിട്ട് നീ നിന്റെ കൂട്ടുകാരത്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്. എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന്? ആണല്ലോ റസൂലിക്ക, നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞേക്ക് ഈ പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂലിക്ക. ഇനി എനിക്ക് ഇനിയിപ്പോ എനിക്ക് എനിക്ക് പറ്റത്തില്ല അമ്മ, ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ട് അമ്മ. എല്ലാം ഞാൻ എനിക്ക് നിങ്ങൾ കുടുംബക്കാരെ വിടാം. എന്നിട്ട് ഇയാൾ നമ്മളെല്ലാം സംസാരിച്ചതിന് ശേഷമല്ലേ ഇയാൾ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചത്? നീ ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലത് മനസ്സിലാക്കുന്ന റസൂൽ പൂക്കുട്ടി. ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയുടെ നേരത്തെ പറഞ്ഞു നിങ്ങള്. ഞാൻ സജിന ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് അടുത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഉണ്ടല്ലോ, ഇതെല്ലാം ഉണ്ടല്ലോ. ഞാൻ അതിന് വലിയ ഷോക്ക്ഡായിരുന്നു, വളരെ ഷോക്ക്ഡാ. എന്ത് നിങ്ങൾ കുഞ്ഞു പോയോണ്ടോ? അതിൻ്റെ ഇടയ്ക്ക് അവരുടെ അമ്മയാണ് ഇടയ്ക്ക് വന്ന് സംസാരിക്കുന്ന കുടുംബക്കാരെ. അവരെ എത്ര മാത്രമാണ് ഈ പുള്ളിക്കാരെ ഷൗട്ട് ചെയ്തതെന്ന് നോക്കി. പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരൊക്കെ ഭയന്ന് കിടക്കുമായിരിക്കും ഇവർക്ക് അടിമയായിട്ട്. ഈ പുള്ളിക്കാരൻ ചെന്ന് പെട്ടുപോയതാണ്. പക്ഷെ സജിനെ ശരിക്കും ഇട്ട് അങ്ങ് മുറുക്കി അങ്ങ് പിടിച്ചു. കാര്യം സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാൾ, ഫെയിം ആയിട്ടുള്ള ഒരാൾ കൂടെ ഇരിക്കട്ടെ എന്ന് പുള്ളിക്കാരി വിചാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ഇവളുടെ പ്രഗ്നൻസി പറയണമെന്നാണ് ഇവിടെ പറയുന്ന കാര്യം. ഇവള് ഇങ്ങേരുടെ ഭാര്യയെന്ന് ഇരിക്കട്ടെ, ഈ റസൂലിൻ്റെ ആദ്യ ഭാര്യ അങ്ങനെ വേറെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. ഇങ്ങേർക്ക് വേറെ ഒരാളായിട്ട് ബന്ധം ഉണ്ടായിട്ട് അതിലൊരു കുട്ടി ഉണ്ടെന്ന് പറഞ്ഞ് ഇവളോട് ചെന്ന് പറയുമ്പോൾ ഇവളെങ്ങനെയത്, ഇവൾക്ക് എന്ത് ഫീൽ ആയിരിക്കും അതിലുണ്ടാകുന്നത്? ഒരു ഭാര്യനെ അറിയിക്കണമെന്നാണ് ഇവൾ വ്യക്തമായിട്ട് പറയുന്നത്. എനിക്ക് ഇങ്ങനെയൊരു ഗർഭം ഉണ്ടെന്ന് ഭർത്താവ് ചെന്ന് ഭാര്യയോട് പറഞ്ഞു, എനിക്ക് വേറൊരു വ്യക്തിയായിട്ട് ബന്ധമുണ്ട്, അതിലൊരു കൊച്ചു, അവൾ ഗർഭിണിയാണ് എന്ന്, കൊച്ചുണ്ടാകാൻ പോകുന്നു എന്ന് പറയണമെന്ന് പറഞ്ഞ് ഇവിടെ ആ ഒരു ക്രിമിനൽ മൈൻഡ്. ഇവള് നിസ്സാരക്കാരിയല്ല. വേറെയും കുറേ വോയിസ് ഉണ്ട്, ഞാനത് കഴിഞ്ഞ് കേൾപ്പിച്ച് തരാം. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇവൾ ആരാന്നുള്ളത് ഇവിടെ വായും തന്നെ വരുന്നുണ്ട്. ഇവളെയൊക്കെ ഉണ്ടല്ലോ ഒരുത്തർ സപ്പോർട്ട് ചെയ്യരുത്, ഒരു മനുഷ്യന് സപ്പോർട്ട് ചെയ്യരുത്. ഇതൊക്കെ ഈ സമൂഹത്തിനൊരു വിഷവിത്തുകളാണ്. ഇതൊക്കെ വിഷവിത്തുകളാണ്. ഇങ്ങനെ ഒന്നും ഞാൻ ആയിരിക്കും, ഫിറോസിനെ ന്യായീകരിക്കുമല്ല, ഈ റസൂൽ പൂക്കുട്ടിയും ന്യായീകരിക്കും ഒന്നുമല്ല. പക്ഷെ ഇവളെപ്പോലുള്ള ഫ്രോഡുകളൊക്കെ ഉണ്ടല്ലോ, നിലനിർത്തരുത്. ഇത് നിങ്ങൾ കുഞ്ഞു പോയോണ്ടോ വിചാരിക്കുന്നത്? കാരണം എനിക്ക് ലണ്ടനിൽ നിന്ന് UAE നിന്ന് എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്നു, കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്ട് ചെയ്യുക, കുഞ്ഞിന് എത്രയും കെയറിങ് ആയിട്ട് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷം
അത്രയും കെയറിങ് ആയിട്ട് നിന്ന ഒരാള് എൻ്റെ വീട്ടിൽ നിന്നാലും എൻ്റെ ഇവിടുന്ന് പറയുമ്പോഴായാലും നിങ്ങൾ എൻ്റെ വീട്ടുകാരത് പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്ക്, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്ക്. വേണ്ട എങ്കിൽ ആദ്യം ഒന്ന് അബോട്ട് ആയതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നു ശരി, പ്രൊട്ടക്ഷൻ എടുക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനിയും ഒരു കുഞ്ഞുണ്ടാവും എന്നുള്ളത് അറിയാമല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പം ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാം, എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു കോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോൾ പോലും ഞാൻ എന്നമ്മയ്ക്കറിയാം ഞാൻ അത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ തന്നത് അള്ളായിട്ടാ തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പം നമ്മൾ കറക്റ്റ് നിങ്ങളെ ഇന്ന് പീഡിപ്പിച്ച് മേടിച്ച് സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇഞ്ചെക്ട് ചെയ്ത സാധനമല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണോ നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ, ഞാൻ ചോദിക്കട്ടെ പൂക്കുട്ടി, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്ന നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ? സജിന എന്നൊരു വ്യക്തിയുടെ ക്യാരക്ടർ നല്ല വ്യക്തമായിട്ട് തെളിയുന്നുണ്ട്. ഇതിന് മുമ്പുണ്ടായ കുട്ടി പോയത് അദ്ദേഹം അറിഞ്ഞിരുന്നെങ്കിൽ വീണ്ടും ഇങ്ങനെ ഒരു കെണിയിലേക്ക് ചെന്ന് അങ്ങനെ ചാടുകയല്ലായിരുന്നു. ഇവള് അങ്ങേരെ നിർബന്ധിച്ച് ഇവളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നെന്ന് ഇവളുടെ ഇടയ്ക്ക് പ്രാവശ്യം പറയുന്നുണ്ട്. ഇവള് നിർബന്ധിച്ച് കൊണ്ടുവന്നെന്ന് അങ്ങേരെ. പെണ്ണൊരുപെട്ടാൽ എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. ഇങ്ങനെ നല്ലവനാണോ ചീത്തയാണോ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേങ്കിൽ ഇവൾ ഇത് ഒരുമ്പെട്ട് ഇറങ്ങിയതാണ്. അവള് ആദ്യത്തെ കുട്ടി പോയി, ആ ഒരു ഇതിൽ അവൾക്ക് ഭയങ്കര വിഷമമായി പോയി. രണ്ടാമത് വീണ്ടും ആ ഒരു ഇങ്ങനെ പിള്ളേരെ ഇങ്ങനെ പെറ്റ് കൂട്ടാനായിട്ട് ഇത് എന്നതാണിത്, മിഷ്യം വല്ലതും ആണോ? അങ്ങേരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ രണ്ടുപേരും ഒന്നിച്ച്, ഇതൊക്കെ ഈ ഒരു വോയിസ് ഒക്കെ പുറത്ത് വരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ കേൾക്കുമ്പോഴൊരവസ്ഥയൊന്ന് ഓർത്ത് നോക്കി. അദ്ദേഹത്തിൻ്റെ ഭാര്യ കേൾക്കുമ്പോൾ ഇവനൊക്കെ പോയി ഇങ്ങനെയുള്ളവന്മാരൊക്കെ എടുത്ത് തല വെച്ച് കൊടുക്കുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കണം, ഇവൾമാരൊക്കെ ഒരു സൈഡിൽ കൂടെ ഇതൊക്കെ നല്ല 8ന്റെ പണി പണിതുകൊണ്ടാണ് വന്നേക്കുന്നതെന്നുള്ളത്. എന്നിട്ട് ഫിറോസിന് എന്നാ കുറ്റമായിരുന്നു? ഫിറോസ് പെണ്ണുങ്ങളെ ചാറ്റ് ചെയ്യുന്നു, ഫിറോസിന് പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ട്, എന്നതെല്ലാം ആയിരുന്നു ഫിറോസിൻ്റെ മേലിൽ അടിച്ചേൽപ്പിച്ച കാര്യങ്ങൾ. നീ എന്നതാണ് കിടന്ന് കാണിക്കുന്നത്? ഇത് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. ഇവരാദ്യം വിവാഹം കഴിച്ചു, അതിലൊരു കുട്ടിയുണ്ടായി. രണ്ടാമത് ഫിറോസിൻ്റെ കൂടെ പോയി. അതിൽ ഇവർക്കൊരു തണൽ വേണമെന്നായിരിക്കും ഇവർക്കൊരു ഒരാൾ കൂടെ തുണയായിട്ട് വേണം എന്നാഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കാം ഇവർ വീണ്ടും വീണ്ടും അടുത്തുള്ളവരിലേക്ക് വിശ്വസിച്ച് പോകുന്നത് എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. പക്ഷേ അതൊന്നും അല്ല കേട്ടോ വിഷയം. അതൊക്കെ മേലെ ഈ ഒരു വിഷയമൊക്കെ ഇങ്ങനെ നടന്നു. ഇവർ പ്രഗ്നൻ്റ് ആണെന്നും ഇവരുടെ സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ വെളി വരുന്ന സമയത്ത് ഫിറോസ് ചെറുതായിട്ട് അതിനെ പൊട്ടിത്തെറിച്ച് തുടങ്ങിയായിരുന്നു. കാര്യം ഇവരുടെ ലൈഫ് തകരാൻ കാര്യം ഈ റസൂലാണെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട്. ഈ റസൂൽ തന്നെയല്ല കേട്ടോ, ഫിറോസ് പറയുന്ന ഒത്തിരി ആണുങ്ങളുടെ പേരുണ്ട്, ഒരുപാട് ആണുങ്ങളുടെ പേരുണ്ട്. കാര്യം ഈ ആണുങ്ങളൊന്നും അല്ല സത്യം പറഞ്ഞാൽ ഇത് പ്രശ്നക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പുള്ളിക്കാരിയാണ് ഇതിലെല്ലാം പ്രശ്നക്കാരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആദ്യം ഒരു വിവാഹം കഴിച്ചു, അതിലൊരു കുട്ടി. രണ്ടാമതൊരു വിവാഹം കഴിച്ചു, അതിലൊരു കുട്ടി. എന്നിട്ട് അങ്ങേരോടും പറഞ്ഞു നീ പോയി ചാക്, നീ വേണ്ട. അതൊക്കെ വോയിസ് വരുന്നുണ്ട്, ഞാൻ കേൾപ്പിക്കാം. ചാക്, എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് നടക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ താന്തോന്നി സ്വഭാവം കാണിക്കുന്ന ഇവരാണ് സത്യം പറഞ്ഞതിൽ എല്ലാം പ്രശ്നക്കാരി. എന്നിട്ട് പറഞ്ഞു ഫിറോസ് കൊച്ചിനെ കാണണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര അങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഓരോ ഫാമിലിയിലൊക്കെ, ഓരോ പെൺകുട്ടികളൊക്കെ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പം നമ്മൾ അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇവർ പറയുന്നത് സത്യമാണോ? ഫിറോസ് എന്ന് പറഞ്ഞ ഒരുത്തിന് അതുകൊണ്ടാണോ? പക്ഷേ ഒരിക്കലുമല്ല. ഫിറോസ് ഇവരിൽ നിന്നൊക്കെ അകന്ന് കൂടുതലും പോകാൻ കാര്യം എന്തെന്ന് വെച്ചാൽ ഈ സജിനയുടെ കൊച്ചിനെ വെച്ച് ഈ സജിന ഫിറോസിനെ മോശക്കാരനാക്കി ചിത്രീകരിച്ച്. അപ്പം നാളെ ഒരു ദിവസം ആ കൊച്ചിനെ എന്തെങ്കിലും ചെയ്തു എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അകത്തിടാൻ സാധ്യതയുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിഞ്ഞു പോയത്. ഇങ്ങനെ കൊച്ചിനെ കൊണ്ട് ഇങ്ങനെ മാറി നിൽക്കുന്നത്. എന്നിട്ട് സജിന പറഞ്ഞത് എൻ്റെ മോൻ്റെ ഉപ്പയാണ്, അവന് ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ ഉപ്പച്ചയെ, അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് അങ്ങനെയാണ് ഇങ്ങനെയാണ്, തേങ്ങയാണ്, മാങ്ങാത്തൊലി. ഇത് ഫിറോസ് എന്നെ കൊടുക്കുന്ന കാര്യം. സജിനയുടെ അമ്മയോട് ഈ റസൂപ്പുക്കുറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ പുള്ളിക്കാരൻ്റെ ഈ റസൂപ്പുക്കുറ്റിയുടെ പ്രായമുണ്ട് ഈ സജിനയുടെ അമ്മയ്ക്ക്. അവരുമായിട്ടാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വോയിസൊക്കെ ഞാൻ വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ. ഒരമ്മയോട് മകൾക്ക് ഗർഭം ഉണ്ടാകാതിരിക്കാനായിട്ട് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഞാൻ എടുക്കുമായിരുന്നു എന്ന് പറയുന്ന കേൾക്കുന്ന ആ ഒരു തള്ളയുടെ ഒരു അവസ്ഥ നോക്കി വയ്ക്കും. അവരിത് സംസാരിക്കാൻ നിൽക്കുന്നല്ലോ എന്ന് ഞാൻ ഓർക്കുന്നത്. ഇവൾക്ക് ഏറ്റവും ഉതകുന്ന തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. അതുപോലെ തന്നെ ഒറ്റയ്ക്കാണ്. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക, ഫിറോസിനെതിരെ. എത്രയും പെട്ടെന്ന് ഒരു ലീഗലി ഫിറോസിനെതിരെ കേസ് ഫയൽ ചെയ്യാമെന്ന് സജിനയുടെ ഉമ്മയോട് റസൂൽ പൂക്കുട്ടി പറയുന്നതാണ്. കേട്ടല്ലേ? ഈ വീഡിയോകൾ ഇങ്ങനെ ഇട്ടിട്ട് ഇവരുടെ അഭിമാനം നശിപ്പിക്കാതെ
അതിലേത് നിർത്തുക. ഇവൻ ഡൈവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് അത് ചെയ്യാൻ മനസ്സിലായി. അതല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ അത് വിഷയം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഇതിനെല്ലാം ഞാൻ കൂടെ നിൽക്കാം. ശരി, അതെല്ലാം ചെയ്ത് കുഴപ്പമില്ല മോനെ. അതല്ല ഞാൻ വലിയ പൈസ ചെലവുള്ള പറയാനുള്ള ഭയങ്കര പൈസ ചിലവുള്ള കാര്യമാണ്. അതായത് ഇയാൾ ആ പൈസ എത്ര വേണമെങ്കിലും ചിലവാക്കുക എന്നുള്ളതാണ് പറയുന്നത്, എന്നെ പൂട്ടാൻ വേണ്ടി. അറിയാം, അതൊക്കെ മനസ്സിലായി, നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം വീണ്ടും ആയി എന്നുള്ള തെളിവ് എനിക്ക് മനസ്സിലായി. ഞാൻ അവളെ വഴക്കും പറഞ്ഞു. ഒന്ന് പോയി കഴിഞ്ഞ് സജന, നീ ഇതുണ്ടോയെന്ന് ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു. ഇപ്പം നീ ഇത് തെളിവ് എന്നെ കാണിച്ചപ്പോൾ ഇത് വീണ്ടും നിങ്ങൾ ഇതില്ലാതായപ്പം വീണ്ടും പോയി നിങ്ങൾ ഒന്നായോ? നിങ്ങൾ ഒറ്റയ്ക്കാണോ സംസാരിക്കുന്നത്? ഉമ്മി സജിനാട് ഉമ്മയുടെ അതേ പ്രായം തന്നെയാണ് ഈ കള്ളക്കളവനും. ആന്നാന്ന് പറ. ഉമ്മയ്ക്ക് എന്ത് തോന്നുന്നു? ഇത് ശരിയായ രീതിയിലാണോ? എങ്ങനെ? ഇത് രണ്ടുപേരും, നിങ്ങൾ രണ്ടുപേരും കൂടെ ഉൾപ്പെട്ടല്ലേ? അപ്പൊ രണ്ടുപേരുടെയും കയ്യിലും തെറ്റുണ്ട്. ഇത് ശരിയായെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ തെറ്റ് റസൂൽക്കുട്ടി. ഒരാൾ മാത്രം വിചാരിച്ച വീണ്ടും ഞാൻ ഒരാളെ മാത്രം തെറ്റ് പറയുന്നില്ല. പക്ഷെ മറ്റേ സംഭവം പോയി എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ മൂന്നാമത്തെ സംഭവം ഉണ്ടാകത്തില്ലായിരുന്നു. ഞാനുള്ള പ്രിക്കോഷൻസ് എടുത്തതിന് എന്താണ്? ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരമ്മയോട് മകളുടെ രഹസ്യക്കാരൻ പറയുന്ന വർത്തമാനങ്ങൾ കേട്ടോ. അപ്പോൾ ഇവർക്ക് എന്ത് വില അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും എന്നറിയാമോ? ഇവളുടെ ഈ ഇത്രയും അഴിഞ്ഞാട്ടവും കാര്യങ്ങളും കൊണ്ടാണ് അവിടെ അമ്മയ്ക്ക് പോലും അങ്ങനെ ഒരു വില കൊടുക്കാത്തത്. ആദ്യത്തത് അബോർഷൻ ആയിരുന്നു എന്നറിഞ്ഞിരുന്നെങ്കിൽ രണ്ടാമത്തത് ഇങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഞാൻ എടുത്തിരുന്നേനെ എന്നാണ് ഒരു അമ്മയോട് പറയുന്നത്. അത് കേട്ട് നിൽക്കുന്ന അവരെ സമ്മതിക്കണം കേട്ടോ. എന്നോട് പറയാതെ എന്നെ നിർബന്ധപൂർവം ഞാൻ പറയാം. എന്നോട് പറയാതെ വീണ്ടും ഇതിലേക്ക് കൊണ്ടുപോയിട്ടല്ലേ ഉണ്ടായത്. ഇവൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ പ്രിക്കോഷൻ എടുക്കില്ലേ, ഞാൻ അപ്പോഴേ മാറി നിൽക്കില്ലേ. നമുക്ക് എല്ലാവർക്കും ഒരു ശരിയായ രീതിയിൽ എഴുതാൻ പറ്റിയെന്നല്ല. ഈ ഒരു വോയിസ് നിന്ന് മനസ്സിലാക്കുന്നതെന്നറിയാം, ഇദ്ദേഹത്തിന് ഒരു നേരം പോക്കായിരുന്നു. സജിന ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടോ കൂടെ നടക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു രണ്ടാമത്തെ വൈഫായിട്ട് കൊണ്ടു നടക്കാനോ ഒന്നും അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് വലുത് അദ്ദേഹത്തിൻ്റെ ഫാമിലി തന്നെയാണ്. അത് തന്നെയാണ്. പക്ഷേ ഇവളെ പോലെയുള്ളവന്മാരൊക്കെ ഇങ്ങനെയുള്ളവരൊക്കെ ജീവിതത്തിലേക്ക് ചെന്ന് കയറി ആ ഒരു കുടുംബം, ഇവന്മാർ നല്ലവരാന്നല്ല ഞാൻ പറയുന്നത്, ആ ഒരു കുടുംബത്തിൽ ഒന്നും അറിയാതിരിക്കുന്ന ഒരു നിഷ്കളങ്കായ ഒരു ഭാര്യ വീട്ടിലുണ്ട്. അവരെത്ര സത്യസന്ധമായിട്ട് ഇങ്ങനെ സ്നേഹിച്ച് വിശ്വസിച്ച് അവർ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അവർ. അവരുടെ കുട്ടികൾ, ഇദ്ദേഹം എന്നുള്ള രീതിക്ക് ജീവിച്ചു പോകുന്നൊരു സ്ത്രീയല്ലേ, ഒരു വ്യക്തിയല്ലേ. ഈ കൂടുതലും ഞാനിപ്പോൾ മൊത്തത്തിൽ അടച്ച് പറയുമല്ലോ കേട്ടോ, കൂടുതലും ഈ സിനിമാ ഫീൽഡിൽ നിന്നുള്ളവർ കല്യാണം കഴിക്കുന്ന ഒരു ജീവിതം അപൂർവമേ ഉള്ളൂ ലൈഫ് നല്ലതായിട്ട് പോകുന്നത്. ചിലരൊക്കെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ജീവിച്ച് പോകുന്നതേ ഉള്ളൂ. അവരുടെയൊക്കെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ ഈ ഒരു ഫീൽഡ് തന്നെയല്ല, എല്ലാ ഫീൽഡിലും ഉണ്ട് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇങ്ങനെ കുറേ അവൾമാർ മെനക്കെട്ടിങ്ങ് ഇറങ്ങും. എത്ര നല്ലവനാന്ന് പറഞ്ഞാലും, എത്ര നല്ല സ്വഭാവക്കാനാന്ന് ശ്രീരാമനാന്ന് പറഞ്ഞാലും, അവരെ തകർക്കാൻ എന്നുള്ള രീതിക്ക് ഇങ്ങനെ കുറേ എണ്ണങ്ങളങ്ങ് അഴിഞ്ഞാടി ഇവരൊക്കെ മേത്തോട്ട് കയറി കിടന്നങ്ങ് വിരകും. ആണുങ്ങളല്ലേ, അപ്പോൾ ഇങ്ങനെയുള്ള ഇവൾമാരൊക്കെ വരുമ്പോഴത്തേക്ക് അതിലേക്ക് പെട്ടു. പക്ഷേ ഇവളുടെ ഈ സജിന, ഞാൻ സത്യം പറയട്ടോ, ഈ ഒരു വോയിസ് ഒക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ വല്ലാതെ ഇതായിപ്പോയി. കാര്യം ഇവരെയാണല്ലോ ഞാൻ ഒന്നും അല്ലെങ്കിൽ ഒരു 2 വാക്കെങ്കിലും സപ്പോർട്ടായിട്ട് പറഞ്ഞതെന്ന് ഓർത്തപ്പോഴത്തേക്ക്. ഫിറോസ് നല്ലവനാന്നല്ല ഞാൻ പറയാം, അയാളുടെ കയ്യിലും ഉണ്ട് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ മേലെയാണ് ഈ ഒരു കക്ഷി. വോയിസ് ഒക്കെ സജിനയുടെ എല്ലാം നമുക്ക് പറയാൻ പറ്റത്തില്ല. സജിനയുടെ അതേ വോയിസ് തന്നെയാണ് ഈ കേൾക്കുന്നതൊക്കെ. സജിനയോട് ഫിറോസ് ചോദിക്കുന്ന കാര്യത്തിന് സജിന കൊടുക്കുന്ന മറുപടി ഒരു പക്ഷേ ഫിറോസ് ഇച്ചിരി സൗമ്യമായിട്ടായിരിക്കും സജിന, പക്ഷേ സൗമ്യമായിട്ട് എന്നതാണെങ്കിലും സജിന എന്നാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും ഈ ഒരു വോയിസ് കേൾക്കുമ്പോഴത്തേക്ക്. നിങ്ങൾ പോയി ചാവ്, നിങ്ങൾ ചത്തു കഴിഞ്ഞാൽ എനിക്ക് ഗുണമാണ് ഞാൻ പറഞ്ഞത്. നീ ഒരു പണം കണ്ട് ഒരുത്തിനോട് ഒളിച്ചോടിയപ്പോഴത്തേക്ക് ആണ് ഞാൻ പണം കണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് പണം വേണ്ടത്. സത്യമല്ലേ? ആണല്ലോ, സത്യമല്ലേ? നാണക്കേടാണ് സജിന. നിക്കാരം കഴിഞ്ഞ് നിങ്ങൾ നോക്കിയോ ഫേസ്ബുക്കിൽ എന്നെയും എന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഞാൻ ഇട്ട് ഇടാൻ പോവുക. അയ്യോ, നീ ഫേസ്ബുക്കിൽ ഇടല്ലേ, നാണം കെട്ടി ഞാൻ ചാവും കേട്ടോ. എന്തിന്? അതാ പറഞ്ഞ പോയി ചാവ്, നിങ്ങൾ പോയി ചാവ്, നിങ്ങൾ പോയി. അതാണ് ഏറ്റവും ഞാൻ നല്ലത്. ഏറ്റവും കൂടുതൽ നല്ലത് നിങ്ങൾ ചാവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൊച്ചുങ്ങളെ ഇട്ടിട്ട് ഒളിച്ചോടി പണക്കാരൻ്റെ കൂടെ പോയിട്ട് ജീവിക്കുന്നതാണോ ശരി സജിന? ആണ്. ഞാൻ ഇടപെട്ടെ, എനിക്ക് എന്റെ സുഖങ്ങളാണ് വലുത്. ഏത് ലെവലിൽ ഞാൻ കളിക്കുമെന്ന് എന്നെ എന്റെ ലെവലിൽ വിട്ടേക്ക്. ഞാൻ കേസ് കളിക്കാൻ വേണ്ടി നിൽക്കുമോ? നിങ്ങൾ എന്ത് വിചാരിക്കുന്നത്? ഏത് ലെവലിൽ ഞാൻ പോകാൻ? എൻ്റെ കുഞ്ഞിൻ്റെ തന്നെയാണ് എനിക്ക് എൻ്റെ ഭർത്താവിന് എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണെന്ന് പറഞ്ഞ വ്യക്തിയുടെ വോയിസാണ് നിങ്ങൾ കേട്ടത്. സോഷ്യൽ മീഡിയ വന്നേച്ച് കർമ്മ എന്നൊക്കെ പറഞ്ഞ് ഇത് കുറേ ഡയലോഗ് അടിച്ചായിരുന്നു. മനുഷ്യരെ മൊത്തം പൊട്ടന്മാരാക്കുന്ന രീതിക്ക് നിങ്ങൾ വന്നിട്ട് ചെയ്തൊരു വീഡിയോ ആണിത്. ആ വീഡിയോയിൽ നിങ്ങളുടെ ശരിക്കുമുള്ളൊരു മുഖം എന്നാന്നുള്ളത് നിങ്ങളുടെ ഭർത്താവ് തന്നെ, അത് നിങ്ങളുടെ മുൻ ഭർത്താവ്, അദ്ദേഹം വന്നേച്ച് തെളിവ് സഹിതം കാണിച്ചു തന്നിരിക്കുന്നു. തെളിവ് സഹിതം ഇതിനകത്ത് പറയുന്നത് കേട്ടോ, എനിക്ക് പണമാണ് വലുത്, എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളാണ് വലുത്, എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൂടെ ഞാൻ പോകും, എവിടെല്ലായിടത്തും പോയി ഞാൻ ഓരോ ട്രോഫിയും കൊണ്ടുവരും, അവർക്ക് പിടിച്ചു നിർത്താൻ ഒരു പിടിവെള്ളി.
ഇതൊക്കെ സത്യം പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് തന്നെ അപമാനമാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. മനുഷ്യരുടെ മുന്നിൽ വേറൊരു മുഖം കാണിച്ച് ചിരിച്ച് ഞാൻ പാവമെന്ന് പറഞ്ഞ് നടന്നു വെച്ച് ഒരു സൈഡ് കൂടെ കാണിക്കുന്നതാണ്. ഫേസ്ബുക്കിൽ ഞാൻ ഇടുമെന്ന് പറയുന്നത് ഈ റസുപ്പുകുട്ടിയുടെ ഫോട്ടോ ആയിട്ടുള്ളതാണ്. അതൊക്കെ ഇട്ടല്ലോ. ഇതെല്ലാം പുള്ളിക്കാരി തന്നെ ചെയ്തതാണ്. ഓരോ കാര്യങ്ങളും പുള്ളിക്കാരിയോട് അനുവാദത്തോടു കൂടി നടന്നതും പുള്ളിക്കാരി തന്നെ ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ തമ്മിലുള്ള ബന്ധം പുറത്തു വന്നത്. അത് നല്ല വ്യക്തമായിട്ട് റസുപ്പുകുട്ടി പറയുന്നുണ്ട്, നീയാണ് ഇതെല്ലാം പുറത്ത് കൊണ്ടുവന്നത്, നീയാണ് ഇതിനെല്ലാം പ്രശ്നമാക്കിയത്. എന്നിട്ട് പുള്ളിക്കാരി പറയുന്നതിന് ശത്രുക്കൾ ചെയ്യുന്നു. ആരാ ശത്രു എന്ന് പറഞ്ഞാൽ ഫിറോസ് ഇപ്പോൾ മൊത്തം കൊണ്ടുവന്നപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിനൊക്കെ മുന്നേ ഈ റസുപ്പുകുട്ടിയായിട്ട് ബന്ധമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഈ പുള്ളിക്കാരിക്ക് സീരിയലിനകത്തും സിനിമയിലും ഒക്കെ ഇങ്ങനെ ആൽബമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഫിറോസ് ഇങ്ങനെ ഓരോരോ പരിപാടിയൊക്കെ ഇങ്ങനെ നടത്തി ഇറക്കുവാണല്ലോ. അപ്പോൾ ഫിറോസ് ഓർത്ത് വന്നാൽ പിന്നെ പുള്ളിക്കാരും കൂടെ പോരട്ടെ, പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ കയറി പോകട്ടെ എന്ന് പറഞ്ഞു. അന്ന് ഈ ഫിറോസിൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, നീ കാണിക്കുന്ന മണ്ടത്തരമാണ്, ഇവളെ ഇങ്ങനെ ഇറക്കരുത്, ഇവളെ വീട്ടിൽ ഇരുത്ത് എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞില്ല, അവൾക്ക് ആഗ്രഹമുണ്ട്, അവളെ പൂട്ടിയിടുന്നത് ശരിയല്ല, അവൾ അവിടെ ഇഷ്ടം പോലെ അവളുടെ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ട് ഡാൻസും പഠിപ്പിച്ച് ഇങ്ങനെ തന്നെ ഡാൻസും പഠിപ്പിച്ച് ഇവരെ ഓരോ സെറ്റിലേക്കും വിട്ട് ഓരോ വർക്കും കാര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുത്ത് ഇവരെവിടെ എടുത്ത് താമസിക്കാൻ പോയി. അതിൻ്റെ ആ ഓണറോ അങ്ങാണ്ട് ഇങ്ങനെയുള്ള ആൽബം ചെയ്യുന്നവരോ ഏതാണ്ടൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടുന്ന് എന്നാ ചെയ്തു, അവരുമായിട്ട് പരിചയമായി അവരുടെ കൂടെ വർക്കിനെന്നും പറഞ്ഞ് പോയേച്ച് പുള്ളിക്കാരി കാണിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന കേൾക്കണം. പുള്ളിക്കാരൻ വന്നിട്ട് ഒരിടത്ത് പോയപ്പോഴത്തേക്ക് രാത്രി 12 മണിക്കോ 1 മണിക്കോ അങ്ങാണ്ട് അവരുടെ ഡ്രൈവ് പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ വരെ പോകാൻ പറ്റത്തില്ല, കുഞ്ഞുണ്ട്, ഞാനുണ്ട് ഇവിടെ, പറ്റത്തില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരി അവിടെ കിടന്ന് ബഹളം വെച്ച് ആത്മഹത്യ ഭീഷണി മുഴക്കി ഇല്ലാത്ത ബഹളം മുഴുവൻ ഉണ്ടാക്കി. ലാസ്റ്റ് ഈ പുള്ളിക്കാരൻ കൊച്ചും കൂടെ കൊണ്ടുപോയി ഈ പുള്ളിക്കാരി അവൻ്റെ അടുത്തോട്ട് കൊടുക്കേണ്ട അവസ്ഥ വന്നു. കൊടുത്ത് വിട്ടേച്ച് പുള്ളിക്കാരൻ തിരിച്ച് വീട്ടിൽ വന്നപ്പം പുള്ളിക്കാരി വീഡിയോ കോൾ ചെയ്യുന്നു, ഞങ്ങൾ ഡ്രൈവിംഗ് ഇല്ല മറ്റേതാ മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. ഇവർക്ക് ഒന്നെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. എന്നിട്ടും ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ ഇതൊന്നും വിഷയമാക്കിയില്ല. കുഞ്ഞിനെ ഓർത്ത് കാര്യം ആദ്യത്തെ ഒരു വിവാഹം കഴിഞ്ഞു, അതിൽ പ്രശ്നമായി, വീണ്ടും രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നു, അതിലും പ്രശ്നമാക്കണ്ട എന്ന് കരുതിക്കൊണ്ട് ഒരു കുഞ്ഞുമുണ്ട് എന്നോർത്തുകൊണ്ട് ഇദ്ദേഹം അതെല്ലാം സഹിച്ചു. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, സജിനയല്ല സജിനയുടെ പെങ്കുച്ചിനെ നോക്കുന്നത്, അവരുടെ അമ്മയാണ് നോക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അവരുടെ അമ്മയാണ് കുഞ്ഞിനെ നല്ലപോലെ നോക്കുകയും അതിനെ കരുതുകയും ചെയ്യും. ഇവരെല്ലാം ഒന്നിച്ച് താമസിക്കുന്ന സമയത്തും സജിന രാവിലെ എണീക്കോ, കുഞ്ഞുങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കോ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്യലായിരുന്നത്. 12 മണിയാകുമ്പോൾ എണീറ്റ് അത് ചെന്ന് ഇങ്ങേര് കോഫിയും കൊണ്ട് ചെന്ന് മോളെ തേന് ചക്കര പാല് എന്നൊക്കെ വിളിച്ചാൽ മാത്രം ഇവള് നല്ല രീതിക്ക് എണീറ്റ് വരും. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വയലൻ്റ് ആയിട്ടായിരിക്കും എണീക്കുന്നത്, ഭയങ്കര വിഷയങ്ങളായിരിക്കുന്നത്. ഏതെല്ലാം സൈസ് പെണ്ണുങ്ങളെയൊക്കെ കാണാല്ലേ. ഫിറോസ് പറയുന്നത് അപ്പം ഈ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ റസുപ്പുകുട്ടിയുടെ കൂടെ പോകുന്നതിന് മുന്നേ ഇവൾ വേറൊരുത്തിൻ്റെ കൂടെ പോയായിരുന്നു, ഒളിച്ചോടി വേറൊരുത്തിൻ്റെ കൂടെ പോയി, അവൻ്റെ കൂടെ പോയി ജീവിക്കണം, പുള്ളിക്കാരിക്ക് എല്ലാവരുടെ കൂടെ പോയി ജീവിക്കണം, കുട്ടികളുണ്ടാക്കണം, ഇത് മാത്രമുള്ള ചിന്ത. പിന്നെ പൈസയും കിട്ടണം. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അടുത്ത ആളെ ഒഴിവാക്കിച്ച് അടുത്ത ആളെ കല്യാണം കഴിക്കുക, പോവുക, കുട്ടി, അതാണ് മുഖ്യം. പിന്നെ പണം, കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് വെച്ച് പണം പിടിക്കാമല്ലോ. എന്തോ ഷാനി ഫൈരൂർ അതിൻ്റെ ഡയറക്ടറായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പ്രൊഡ്യൂസർ നജീം കല്ലറ പാകിസ്ഥാൻ മുക്കിലുള്ള ഒരുത്തനാണ്. അവനാണ് ഈ ആൽബത്തിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അവൻ ഈ മലപ്പുറത്ത് വന്ന് കോട്ടയ്ക്കൽ പുതുക്കാട് വന്ന് സെറ്റിലായിരിക്കുകയാണ്. ഇങ്ങനെ ഈ സ്ഥിരം ഇങ്ങനെ ആൽബം ചെയ്യുന്നവരോ പിള്ളേരെ കൊണ്ടുവന്ന് ഇങ്ങനെ ആൽബം ചെയ്യുന്നവർ ഒരു ടീമാണ്. അങ്ങനെ ഇവൻ എന്തോ അവൻ്റെ ബാങ്കിൽ 1 കോടി രൂപ കിടക്കൊണ്ട് ഇവൻ ആരുമില്ല ഇവന് അതൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ഥിരം ചില ടീമുകൾ അടിക്കുന്ന നാടക ഡയലോഗ് ഉണ്ടല്ലോ, അതൊക്കെ അടിച്ച് ഇവന് ഒരു സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നതാണ് മറ്റേ ഭയങ്കര സാധനങ്ങൾ ഇതൊക്കെ അടിച്ചിട്ട് ഇവളുമായിട്ട് കണക്റ്റഡ് ആകുന്നു. അവസാനം ഒരു സുപ്രഭാതത്തിൽ സജിന ഇവൻ്റെ കൂടെ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. ഈ പോകാതിരിക്കാൻ വേണ്ടി ഒരു വിചിത്രമായ ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കി അത് വീഡിയോ എടുത്തിട്ട് എനിക്ക് ആ വീഡിയോ ഇട്ട് തന്നു. 8 വർഷങ്ങൾക്ക് മുന്നേ അയച്ച ആ വീഡിയോ ആണ്. അതൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴും അത് ഐക്ലൗഡിലുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു. ഒന്ന് ഓർത്ത് നോക്കി. 8 വർഷം മുമ്പേ നടന്ന സംഭവമാണിത്. ഇതേ കല്യാണം കഴിച്ച് ആ കൊച്ചുണ്ടായി അധികം ആകുന്നതിന് മുമ്പേ ഉള്ള സംഭവങ്ങളൊക്കെയാണിത്. പുള്ളിക്കാരനെ കളഞ്ഞിച്ച് വേറൊരുത്തരോട് ഒളിച്ചോടി പോവുക, ആൽബത്തിൻ്റെ ആളുമായിട്ട് ഒളിച്ചോടി പോയേച്ച് ഈ പുള്ളിക്കാരനെതിരെ സജിന തയ്യാറാക്കുന്ന ഒരു എഗ്രിമെൻ്റാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. അത് നിങ്ങൾ കണ്ടു നോക്കി. സജിന എന്നതാണെന്നുള്ളത് ഇതിലൂടെ വ്യക്തമാണ്. ഇത്രയും ഓക്കെ വോയിസ് ഫേക്ക് ആയിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ, പക്ഷേ ഈ കാണിക്കുന്നത് ഫേക്കാന്ന് ഒട്ടും പറയാൻ പറ്റത്തില്ല. വീഡിയോ സഹിതമാണ് വന്നിരിക്കുന്നത്. ഇതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ ചിരിക്കല്ലേ, ഇഷ്ടത്തിലാണോ ചെയ്യണം? എൻ്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ഞാൻ ചെയ്യിക്കുന്നത്. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഫിറോസിനോട് ജീവിക്കാൻ. ഒക്കെ വട്ടുണ്ടോ? പ്രേരിപ്പിച്ചല്ലേ? എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ കാലത്ത് എൻ്റെ ലൈഫിൽ നമ്മളെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല ഫിറോസ്. അതിന് വേണ്ടിയിട്ട് എഴുതി. ഓക്കെ, നീ എന്തെങ്കിലും അതായത് നാളെ ഒരു ലീഗൽ ഇഷ്യൂ വന്നാൽ അവൻ സേഫ് ആവാൻ വേണ്ടിയിട്ടാണ് അവൻ അത് പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും. അത് നിൻ്റെ ഇഷ്ടപ്രകാരമാണോ ഇത് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് സേഫ് ആവുള്ള ഒരു എഗ്രിമെൻ്റാണ് ആ തയ്യാറാക്കിയത്. അങ്ങനെ ഞാൻ പക്ഷേ എനിക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നു?
ഇവർ ഈ സോഷ്യൽ മീഡിയ വന്ന് പ്രേക്ഷകരെ എല്ലാവരും എത്രയാണെങ്കിലും ഇവരെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, ഈ സജിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ എനിക്കും അവരൊരു കുറച്ച് ഇഷ്ടമായിരുന്നു. കാര്യം അവർ അനുഭവിച്ച പ്രശ്നങ്ങളും കാര്യങ്ങളും ഈ അദ്ദേഹത്തിൽ നിന്ന്, കാര്യം ഇദ്ദേഹം ഇച്ചിരി ഓവറാന്നുള്ള കാര്യം നമ്മൾ ബിഗ് ബോസ് വെച്ച് കണ്ടതാണ്. ഇവരുടെ സ്വഭാവങ്ങൾ ഏകദേശം മനസ്സിലായതാണ്. അവിടെ സജിന പക്ക അഭിനയമായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പുള്ളി കുറേയൊക്കെ ഇത് വന്ന് ലാസ്റ്റ് പുള്ളി ഒറിജിനൽ സ്വഭാവം പുറത്ത് വന്നായിരുന്നു. സജിന അവിടെ പക്ക ഡീസൻ്റ് ആയിട്ട് നിന്നു. പക്ഷേ ആ ഒരു പെൺകുട്ടിക്ക് നേരെ ഉണ്ടായ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഈ സജിന എന്താണെന്നുള്ളത് കുറച്ചേരം നമുക്ക് മനസ്സിലായത്. കുറച്ചേലും നമുക്ക് മനസ്സിലായത് സജിനയുടെ ഡയലോഗും കാര്യങ്ങളൊക്കെ. അതിനകത്ത് സജിന ഭയങ്കര ഡീസൻ്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. നീ പറയിക്കില്ല എന്നെ കൊണ്ട് നീ എന്നതാണെന്നുള്ളത് പറയിക്കില്ല എന്നെ കൊണ്ടെന്ന്. ഇവള് കാണിച്ചു കൂട്ടുന്ന കോലങ്ങൾ എന്നതാ? അപ്പം ഇവള് കാണിച്ചു കൂട്ടുന്ന കോലങ്ങൾ എന്നാണ്? എന്നിട്ട് ഫിറോസ് വേറൊരു പെണ്ണിനോട് മെസ്സേജ് അയച്ചു, എടുത്തു. അതുകൊണ്ട് അങ്ങേരുടെ ലാപ്ടോപ്പിനകത്ത് ഞാൻ നോക്കി, റൂമിൽ എന്നതൊക്കെയായിരുന്നു വിശ്വസിപ്പിക്കുന്ന രീതി കഥകൾ പുറത്തു വന്നത്. അത് പുള്ളിക്കാരി പറയുന്നതെല്ലാം പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, തെളിവായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷേ ഇത് തെളിവായിട്ടാണ് മുഴുവൻ ഫിറോസ് വന്നിരിക്കുന്നത്. ഫിറോസ് എന്നെ ഈ പുലി പതുങ്ങുന്നത് പേടിച്ചിട്ടല്ല എന്നൊക്കെ പറയുന്ന ഡയലോഗ് പോലെ ഉണ്ടല്ലോ, അതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. ഫിറോസ് ഒന്ന് പതുങ്ങിയത് ഇതൊന്നും ഭയന്ന് പുറകോട്ട് മാറിയതല്ല, ഇതെല്ലാം പൂർവാധികം ശക്തിയോട് കൂടി പുറത്തോട്ട് കൊണ്ടുവരാനായിരുന്നു. സജിന ഫിറോസ് പിന്നെ പൂക്കുറ്റി, നല്ല കുറ്റി തന്നെയാണ്. ഇവനെ പോലെയുള്ളവനെയൊക്കെ ഉണ്ടല്ലോ, അവരെ സത്യം പറഞ്ഞാൽ ഇവനെയൊക്കെ എടുത്ത് ദൂരെ കളയേണ്ടത്. ഭർത്താവായിട്ട് പിന്നെ വെക്കരുത്, കൂടെ വേണ്ടാന്ന് വെക്കണം. ഇവനെയൊക്കെ പൊക്കോളാൻ പറയണം. ഇവിടെ കൂടെ തന്നെ പോയി ഇവൻ ജീവിക്കണം. ഇവിടെ കൂടെ പോയി ജീവിച്ച് ഇവിടെ ആ കുഞ്ഞും ഉണ്ടായിട്ട് ഈ ഫിറോസിന് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഈ റസൂൽപൂക്കുട്ടിക്കും സംഭവിക്കണം. അതുപോലെ തന്നെ അവൻ്റെ മുന്നിൽ തന്നെ ഇവൾ ഇറങ്ങിപ്പോയി വേറെ ഒരുത്തൻ്റെ കൂടെ പോയി പൊറുക്കുമ്പോഴേ ഇവനൊക്കെ മനസ്സിലാവുള്ളൂ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരുത്തൻ എത്രമാത്രം മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ചെന്നുള്ളത്. ഇതൊക്കെ സെറ്റ് ആകണമെന്ന് തന്നെ ഞാൻ പറയുന്നത്. ഒരിക്കലും ഇതൊന്നും മാറിപ്പോകരുത്. പുള്ളിക്കാരൻ നല്ല ഇതായിട്ട് ഗെയിം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പുള്ളിക്കൊരു കേടുപാടും വരാതെ എന്നാൽ ഇവളെ കസ്റ്റഡി വെക്കുകയും ചെയ്യണം, എന്നാൽ ആരും അറിയുകയും ചെയ്യരുത്, പുള്ളിയുടെ കാര്യങ്ങൾ നടക്കണം, ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ അവൾ അതിനേക്കാൾ വിളഞ്ഞ വിത്ത്, ഇവനെ ഞാൻ കൂടെ കൂടിയാൽ ഇവനെയും കൊണ്ടേ ഞാൻ പോകുകയുള്ളൂ, ഇതിനൊരു പിടിവള്ളി ഞാൻ ഉണ്ടാക്കിയിട്ടേ മാറുകയുള്ളൂ എന്ന്. എന്നാലും അങ്ങേരുടെ ഭാര്യയോട് പറയണം ഇവള് ഗർഭിണിയാന്ന് പറയണമെന്ന്. ഇങ്ങനെയുള്ള ഇതൊക്കെ വരണം. ഇവനൊക്കെ സ്വന്തം ഭാര്യയെ ചതിച്ച് മറ്റൊരുത്തിൻ്റെ കൂടെ പോകുന്നതല്ലേ, ഇവനൊക്കെ ഇതൊക്കെ തന്നെ കിട്ടണം. ഇതൊക്കെ കുറഞ്ഞ ശിക്ഷകളാണ്, ചില കൂടി തന്നെ കിട്ടണം. എന്നാണേലും ഈ സജിന ഫിറോസ് എന്നുള്ള സംഭവത്തിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടെന്നുള്ളത് ഒന്ന് അറിയിക്കണമെന്ന് തോന്നി. നമ്മളെ ഇതിന് മുന്നത്തെ ഞാൻ ഇങ്ങനത്തെ വീഡിയോ കിട്ടുന്നത് കണ്ടവർ ഒരുപാട് ആൾക്കാരുണ്ട്, സജിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞവരും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയും കുറേ കാര്യങ്ങളുണ്ടെന്നുള്ളത് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കൂടെ തന്നെ. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാമേ.